രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സമരങ്ങൾ ഗ്രാമീണരും സാധാരണക്കാരും നടത്തി വരുന്നുണ്ട്. വലിയ പത്രമാധ്യമങ്ങൾ അതിന് പ്രാമുഖ്യം നൽകുന്നില്ലെങ്കിൽ ഏതേത് പ്രദേശങ്ങളിലാണോ ആ സമരങ്ങളൊക്കെ ഉത്ഭവിച്ചത്, രൂപം കൊണ്ടത്, ആ പ്രദേശങ്ങളിൽ ആ സമരങ്ങളൊക്കെ തന്നെ വർദ്ധിത ജനവീര്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാപനം വരുന്നതിനോട് നാട്ടുകാർക്ക് വിയോജിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാട്ടുകാർക്ക് വളരെ കൂടുതൽ പ്രയാസമുണ്ടാക്കുമെന്നവർ ഭയപ്പെടുന്ന ഏതൊരു പദ്ധതിയെയും അവർക്ക് എതിർക്കേണ്ടതായിട്ട് വരും. അവരുടെ അനുഭവങ്ങൾ അതാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവസാനം അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ അവര് പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ളവരാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് മറ്റേതൊരു സ്ഥാപനം വരുമ്പോഴും അതിന്റെ മേലാധികാരികൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പിൽ അവർക്ക് വിശ്വസിക്കാൻ സാധ്യമാകാതെ പോകുന്നു. അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ജനങ്ങൾ മുൻകാലങ്ങളിൽ അവർക്കുണ്ടായ അനുഭവമാണ് അവരുടെ ഗുരുനാഥൻ എന്ന് വിശ്വസിക്കുന്നു. അതൊരിക്കലും തെറ്റല്ല. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വരുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ആ ആശങ്ക അകറ്റണം. ആ ആശങ്ക അകറ്റിയതിനു ശേഷം മാത്രമേ ഏതൊരു സംരംഭവുമായും മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉള്ള സ്ഥാപനങ്ങൾ ജനവാസമില്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങളിൽ തുടങ്ങട്ടെ. ആരും അതിനൊന്നും എതിരല്ല. ജനസാന്ദ്രത ഏറെ കൂടിയിട്ടുള്ള കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്യാദി സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ 1000 തവണ ആലോചിക്കാൻ അതിന് അനുമതി നൽകുന്ന അധികൃതരും ബോധവാന്മാരാകണം. ഏതായാലും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തി വരുന്ന ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തിച്ചേരാൻ കുറച്ച് വൈകിപ്പോയി. നേരത്തെ ഞാനൊരു പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ എനിക്ക് അന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ, വിദേശത്ത് പോകേണ്ടി വന്നതിനാൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് എനിക്കിവിടെ വരാൻ സാധിച്ചു. തീർച്ചയായും നിങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളുടെ കൂടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആശങ്കകൾ അകറ്റപ്പെടുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.